വളപട്ടണം ഗ്രാമപഞ്ചായത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ശമ്പളം ലഭിക്കാതെ വലയുകയാണ് ജീവനക്കാർ. പഞ്ചായത്ത് ജീവനക്കാരുടെ ശമ്പളവും അംഗങ്ങളുടെ ഓണറേറിയവും കഴിഞ്ഞ 2 മാസമായി മുടങ്ങിയിരിക്കുന്നു. പഞ്ചായത്തിന്റെ 1 കോടിയിലേറെ രൂപ വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടാത്തതാണ് പ്രതിസന്ധി. അതേസമയം UDF ഭരിക്കുന്ന പഞ്ചായത്ത് UDF ഭരണസമിതിക്ക് കീഴിലുള്ള ബാങ്കിന്റെ പ്രതിസന്ധി മറികടക്കാൻ പണം നിക്ഷേപിച്ചു എന്ന ആക്ഷേപവും ഉയരുകയാണ്. സഹായം ആവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പിനെ സമീപിച്ചതായി പുതിയ ഭരണസമിതി വ്യക്തമാക്കുന്നു. മുൻ മെമ്പർമാർക്ക് 2 മാസം ഓണറേറിയം നിലവിൽ കിട്ടാനുണ്ട്. അതായത് നവംബർ മാസം മുഴുവനായിട്ട് കിട്ടാനുണ്ട്. ഡിസംബർ മാസം 21-ാം തീയതി നിലവിലെ മെമ്പർമാരുടെ കാലാവധി. വാർഡിലൊരു ശുചീകരണ പ്രവർത്തനം നടത്തും മെമ്പർമാരുടെ നേതൃത്വത്തിൽ. അതിനൊരു 20,000 രൂപ പഞ്ചായത്തിന് കിട്ടും. ആ പൈസയും ഇതുവരെയായിട്ട് കിട്ടിയില്ല. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 2 മാസം ജീവനക്കാർക്ക് ശമ്പളം ഇതുവരെ കൊടുത്തില്ല എന്ന് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് 2019-20 2 ടൈമായിട്ട് ഏതാണ്ട് 2 കോടി റുപ്യ വളപട്ടണം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നേരത്തെ 2011-12 കാലഘട്ടത്തിൽ ക്രമക്കേടിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ബാങ്കായിരുന്നു സർവീസ് ബാങ്ക്. ആ ബാങ്കിനെ രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു പൈസ 2 കോടി റുപ്യകൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടായിരുന്നു. നിലവില് കുറെ ആൾക്കാർ തിരിച്ചടവൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഒരു പ്രശ്നം വന്നപ്പോ ബാങ്കിനൊരു അടിവലിച്ചൽ തുടങ്ങി. അപ്പൊ അതില് നമ്മളെ ഫണ്ട് അവിടെ കുടുങ്ങി. അതാണ് പ്രശ്നം. ഏകദേശം സൂചന കിട്ടിയ സമയത്ത് നമ്മളതിനെ പിൻവലിക്കാൻ വേണ്ടി ശ്രമം നടത്തിന്. പക്ഷെങ്കിൽ അവർക്ക് തരാൻ പറ്റിയിട്ടില്ല. ഭരണസമിതി കേസൊക്കെ കൊടുത്തു, ഹൈക്കോടതിയിൽ കേസൊക്കെ ഫയൽ ചെയ്തു. എന്നിട്ട് അവരെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന് നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അധിക ഫണ്ട് അനുവദിച്ചു തരാനോ ഇതിന്റെ എന്തെങ്കിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കതൊന്ന് തിരിച്ചു കിട്ടാനുള്ള ഒരു പരിഹാര മാർഗത്തിനൊക്കെ ആയിട്ട് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഏതായാലും ഈ ബാങ്കിനെ സഹായിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചത്? ആ ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്താണ് ഇനി ഇതിനൊരു പോംവഴി? ഇനി ഇത് അങ്ങനെ ഒരു ആരോപണമാണ് ഇപ്പോൾ CPM ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. UDF ഭരിക്കുന്ന വളപട്ടണം പഞ്ചായത്തിലാണ് ഇങ്ങനെയൊരു ദുരിതം. അവിടെയുള്ള ജീവനക്കാരുടെ ശമ്പളവും അംഗങ്ങളുടെ ഓണറേറിയവും കഴിഞ്ഞ 2 മാസമായി ലഭിക്കുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്തിന് ഫണ്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കൊടുക്കുന്നത് സാധാരണ നിലയിൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. നിലവിൽ വളപട്ടണം പഞ്ചായത്തിന് ഈ ശമ്പളം കൊടുക്കാനോ ഓണറേറിയം കൊടുക്കാനോ ആവശ്യമായ ഫണ്ടില്ല. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വിനീത, ഈ ഫണ്ട് നിലവിലുള്ളത് വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിലാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്, സാമ്പത്തിക ബാധ്യതയിലൂടെയാണ് ഈ സർവീസ് സഹകരണ ബാങ്ക് കടന്നു പോവുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാൻ നിലവിലിപ്പോൾ വളപട്ടണം പഞ്ചായത്തിന് കഴിയുന്നില്ല. ആ പണം കൊടുക്കാൻ സർവീസ് സഹകരണ ബാങ്കിനും കഴിയുന്നില്ല. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആരോപണമായി മുന്നോട്ട് വരുന്നത്. നേരത്തെ ഓവർസീസ് ബാങ്കിലായിരുന്നു ഈ പണം പഞ്ചായത്തിന്റെ 2 കോടിയിലേറെ രൂപയുണ്ടായിരുന്നത്. പക്ഷേ ആ പണം UDFന്റെ തന്നെ ഭരണസമിതിയുള്ള വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിലേക്ക് പഞ്ചായത്ത് മാറ്റി എന്നാണ് പറയുന്നത്. ഇതിനുള്ള ഒരു കാരണമായി പറയുന്നത് തകരാൻ പോകുന്ന ബാങ്കിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ളൊരു ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ്. പക്ഷേ ആ ആരോപണം നിലവിൽ ഇപ്പോൾ ഭരണസമിതി നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ്. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടത്തണം, നിലവിൽ ഒരു ഫണ്ട് നൽകി പഞ്ചായത്തിന് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റണം എന്നുള്ളതാണ് പുതിയ ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യവും. ശരി, ഏതായാലും 2 മാസമായി ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയ നിലയാണ്. വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്നാണ് അഭിജിത്ത് മുഴക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി